അമ്പലത്തിൽ പോവാ. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 കുമ്പിടി പൂരാണ്. രാവിലെ എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനും മാമൻ്റെ മോളും പിന്നെ ചേട്ടൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. പുറകെ എല്ലാവരും വരുന്നുണ്ട്. നോക്ക് സ്മൈൽ. വീഡിയോ ആണ്. യൂട്യൂബാണ്. അവിടെ നിന്ന് ഉപ്പുമാവും മാങ്ങാച്ചാറും കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ചേട്ടനും ചെക്കന്മാരും ഒന്നും അമ്പലത്തിൽ നിന്നൊന്നും ചായ കുടിച്ചില്ല. വീട്ടിൽ വന്നിട്ട് ഇഡലിയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു, അവരത് കഴിക്കുകയാണ് കേട്ടോ. ആ, എപ്പോഴെത്തിയെന്നൊക്കെ പറ. ഞാൻ എങ്ങനെ എത്തിയെന്നൊക്കെ പറ. ബസ്സിന് വന്നതും. ഞാൻ ബസ്സിനാണ് വന്നത്. ഞാൻ സ്കൂളിൽ വീട്ടിൽ നേരെ ബസ്സിന് വന്നു. പിന്നെ അവിടുന്ന് വീട്ടിൽ നടന്നു. ഇതിപ്പോ എന്താ ചെയ്യുന്നേ? ഇതെന്തിനുള്ളത്? ചിക്കൻ കറിക്കുള്ളതല്ലേ? ചിക്കൻ കറിക്ക് സവോള റെഡിയാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി നേരെയാക്കി, ഇഞ്ചി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ്. ചിക്കൻ കഴുകാനായിട്ട് വെച്ചേക്കാണ്. ഇന്ന് പൂരത്തിന് കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ വിരുന്നുകാരുണ്ട്, കുറേ ആൾക്കാർ പല ദേശത്തു നിന്നൊക്കെ പൂരം കാണാൻ വരുന്നുണ്ട്. പണിമുടക്കായാലും വീട്ടിൽ പതിവ് പോലെ എല്ലാ തവണയും നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇവിടുത്തെ സ്പെഷ്യല്. ചിക്കൻ കറിയല്ല, ചിക്കൻ പെരട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മായിയാണ്. ഇത് അമ്മയുടെ നാത്തൂനാണ് കേട്ടോ. ഇന്ന് സെറ്റ് സാരി, സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. അമ്മമ്മക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? അതെ, പൂരത്തിന് വന്നാണ് മോളെ വീട്ടിലേക്ക്. ഇന്ന് പൂരാണ്, അമ്പലത്തിൽ പോയി വന്നു. ഇപ്പൊ ഇന്ന് പൂരങ്ങളൊക്കെയാണ്. എല്ലാവരോടും പറയാ. ചായ ഒക്കെ കുടിച്ചില്ലേ? ചായയൊക്കെ കുടിച്ചു. അമ്പലത്തിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. ഉപ്മാവാണ് പലഹാരം, ചായയാണ് ഒക്കെ. അമ്പലത്തിലൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകുന്നു. വീട്ടിലേക്ക് എത്തി. വീട്ടിലിതാ വന്നു. എല്ലാവരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്തോഷം എല്ലാവർക്കും. അപ്പൊ ഞാൻ അമ്മേനെ സഹായിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മേനെ സഹായിക്കാണ്. നിന്റെ വീട്ടിലെ അമ്മായിയുടെ വീട്ടിലെ പൂരാണ്. അപ്പൊ പൂരത്തിന് വന്നതാണ് ഞങ്ങള്. അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമ്മുടെ ബിബിയേട്ട ഉള്ളി അരിയാണ്. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിൽ ആരാ ചെരി ചേർത്തത്? ഞാനാ. ആ, അതന്നെ. അപ്പൊ നമ്മള് നെയ്ച്ചോറും കറിയും മാറ്റി പെരട്ടൊക്കെ മാറ്റി ബിരിയാണി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിരിയാണിക്കുള്ള ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഈ മസാല മാത്രം ചേർക്കുക. ഈ ബിരിയാണി മസാല ഇല്ലേ, അതും ഗരം മസാലയും കുരുമുളകും മാത്രം. കുരുമുളക് കത്ത ചാലാക്കിലെ കത്തല് വന്നു. വെക്കാലോ.
ബിരിയാണിക്കുള്ള സാലഡിനുള്ള വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ്, സവോള, പച്ചമുളക്, കുക്കുംബർ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ നാളെ മധുരമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാനും ചേട്ടനും മൗലികയും കൂടെ പാടത്ത് വരവ് കാണാൻ പോവാണ്. ഇനിയുള്ള പൂരവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.